ഇപ്പോഴിതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വായടപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വ്ളാഡിമിർ പുതിൻ. യഥാർത്ഥത്തിൽ പുതിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും അമേരിക്കയ്ക്ക് മറുപടിയില്ല എന്നുള്ളത് മാത്രമല്ല, അമേരിക്കയുടെ തിട്ടൂരം ഞങ്ങൾ പറയും അത് നിങ്ങൾ അനുസരിച്ച് കൊള്ളണം എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയും കൂടെയാണ്. ഇപ്പോഴിതാ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള സമ്മർദ്ദം അമേരിക്ക അവസാനിപ്പിക്കണം, ഇന്ത്യ അപമാനം സഹിക്കില്ല എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംഭവം? ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുമ്പ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ യുഎസിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യ ഇന്ത്യ ബന്ധം നിലനിർത്തും എന്ന് ഊന്നി പറയുകയാണ്. പ്രധാനമന്ത്രി മോദി അദ്ദേഹം പ്രശംസിച്ചു. അദ്ദേഹത്തെ ഒരു ബുദ്ധിമാനായ നേതാവെന്ന് വിളിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന വിഷയത്തിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കരുതെന്ന് പുടിൻ യുഎസിന് മുന്നറിയിപ്പ് നൽകി. ആരിൽ നിന്നും അപമാനം ഇന്ത്യ ഒരിക്കലും സഹിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി സന്തുലിതമാക്കാൻ പുടിൻ തന്റെ ഭരണകൂടത്തോട് നിർദ്ദേശിച്ചിരിക്കുകയും ചെയ്യുകയാണ്. കരിങ്കടൽ റിസോർട്ട് നഗരമായിട്ടുള്ള സോച്ചിയിൽ നടന്ന വാൻഡായ് ചർച്ചാ ഗ്രൂപ്പിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുത്തു. ഇന്ത്യ പോലുള്ള ഒരു രാജ്യം തങ്ങളുടെ നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ആരുടെയും മുന്നിൽ അപമാനകരമായിട്ടുള്ള നിലപാട് ഒരിക്കലും സ്വീകരിക്കില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത ബന്ധം ഇന്ത്യയിലെയും റഷ്യയിലെയും ജനങ്ങൾ മറക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് ഇരു രാജ്യങ്ങളും ഒരു പ്രത്യേക തന്ത്രപരമായിട്ടുള്ള പ്രഖ്യാപനം അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദിയെ അദ്ദേഹം പ്രശംസിച്ചു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം പൂർണ്ണമായിട്ടുള്ളൊരു സാമ്പത്തിക വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഗുണകരമാണ്. അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയാൽ ഇന്ത്യക്ക് നഷ്ടം വരുന്നത് 10 ബില്യനാണ്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാതിരുന്നാലും ഇന്ത്യക്ക് നഷ്ടം വരുന്നത് 10 ബില്യനാണ്. അപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയുടെ അഭിമാനം പണയം വയ്ക്കാതെ അമേരിക്കയുടെ താരിഫ് ഏറ്റുവാങ്ങി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുകയാണ്. ഇത് രണ്ടിൽ നിന്നും നഷ്ടം വരുന്നത് 10 ബില്യനാണ്. എങ്കിൽ പിന്നെ റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് കൃത്യമായി നരേന്ദ്രമോദിക്ക് അറിയാം. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇക്കാര്യം ചെയ്യുന്നത്. പിന്നെ യൂറോപ്പിനോടുള്ള ട്രംപിൻ്റെ ആഹ്വാനം. യൂറോപ്പ് റഷ്യൻ എണ്ണ മേടിക്കുന്നത് നിർത്തണമെന്ന് ട്രംപ് പറയുമ്പോൾ ആദ്യം ട്രംപ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ ഇന്ധനമായിട്ടുള്ള യുറേനിയം നമ്മുടെ കയ്യിൽ നിന്നും മേടിക്കുന്നത് നിർത്തൂ എന്നാണ് പുടിൻ ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ട്രംപിനെ വെട്ടിലാക്കിയിരിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് പുടിൻ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.